PV അൻവറിന്റെ UDF പ്രവേശനം അനിശ്ചിതത്വത്തിൽ. UDF പ്രവേശനം സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കളുമായി തിരുവനന്തപുരത്ത് നടന്ന ചർച്ച ഫലം കണ്ടില്ല. നേതാക്കളുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഒരു ഉപാധിയും വെച്ചിട്ടില്ല. അദ്ദേഹം എംപ്റ്റി ഹാൻഡും കൊണ്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. അത് മുന്നണിയായിട്ട് സംസാരിക്കണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റുമോ? ജനാധിപത്യമല്ലേ. വെയിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ്. അദ്ദേഹം കോൺഗ്രസുമായിട്ട് UDF-ആയിട്ടും സഹകരിച്ച് നിൽക്കും. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിൻ്റെ മോഡ് എന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും. അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഏത് മോഡലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. കോൺഗ്രസുമായിട്ട് UDF-ആയിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബൻ ചക്രവർത്തി വിവരങ്ങൾ നൽകാനുണ്ട്. നിർബൻ, തൃണമൂൽ കോൺഗ്രസുമായി വന്നാൽ മുന്നണി പ്രവേശനം സാധ്യമാകില്ല, ഒറ്റയ്ക്ക് വന്നാൽ സ്വീകരിക്കാമെന്നതായിരുന്നല്ലോ കോൺഗ്രസിന്റെ നിലപാട്. എവിടെയാണ് ചർച്ച ഉടക്കി നിന്നത്? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി പ്രവേശനം എന്ന അൻവറിന്റെ ആഗ്രഹം സഫലീകരണത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണോ, അതോ പൂർണ്ണമായും തിരിച്ചടിയായോ? നിലപാടിൽ നിന്ന് ഒന്നും ഈ ചർച്ച കൊണ്ട് പുരോഗതി ഉണ്ടായില്ല എന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. കാരണം അൻവർ UDF-മായി സഹകരിക്കും. ഇത് നേരത്തെ തന്നെ അൻവർ UDF-മായി സഹകരിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിലടക്കം അൻവർ പങ്കെടുത്തിരുന്നു. ആ നിലപാടിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അത് പ്രതിപക്ഷ നേതാവ് പറയുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് UDF-ൽ അടിയന്തരമായി തന്നെ ഉൾപ്പെടുത്തണം എന്ന, തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് അൻവർ ഒന്നാമത്തെ ഉപാധിയായി മുന്നോട്ട് വെച്ചത്. അക്കാര്യത്തിൽ ഒരു ഉറപ്പും UDF-ലെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ K സുധാകരനോ നൽകാൻ കഴിഞ്ഞില്ല. അവർ പുറത്തിറക്കി പറഞ്ഞത് ഇനി UDF-മായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന കാര്യമാണ്. അന്ന ചോദിച്ചത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. കാരണം തൃണമൂൽ കോൺഗ്രസുമായി ഇനി UDF-ലേക്ക് ഇടം നേടുക എന്നത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് നേതാക്കൾ അൻവറിനെ അറിയിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് ക്ഷണിതാവായി UDF-ൽ ഉൾപ്പെടുത്താനാണ് അവരുടെ ധാരണ. പക്ഷേ അൻവറിന് ഇപ്പോൾ ഇനി തൃണമൂൽ കോൺഗ്രസിനെ കൂടി പിരിച്ചുവിട്ട് ഇനി UDF-ൽ ഇടം നേടാനുള്ള ശ്രമം നടത്തിയാൽ തൃണമൂൽ കോൺഗ്രസ് കൂടി അൻവറിനെ തള്ളിപ്പറയും എന്ന പ്രതിസന്ധി അൻവർ നേരിടുന്നുണ്ട്. തൽക്കാലത്തേക്ക് തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ അൻവറിനെ പിണക്കണ്ട, തൽക്കാലം ഒരു തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവുക, UDF-ഒക്കെ ചേർന്ന് ഇക്കാര്യത്തിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്ത് അൻവറിനെ പരിഗണിക്കാം എന്ന ഉറപ്പ് മാത്രം അൻവറിന് നൽകി പിരിയുകയായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനോ ചർച്ചയിലോ തീരുമാനമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ശരി, നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.